ഈ ബഡ്ജറ്റിൻ്റെ അപകടം എവിടെയാണ്? ഒന്ന്, സ്വകാര്യവൽക്കരണം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂറോപ്യൻ പര്യടനത്തിന് വേണ്ടി നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യയിൽ, പ്രത്യേകം എടുത്തു പറയുന്ന എയർ ഇന്ത്യയിൽ യാത്ര ചെയ്ത് ബോംബെയിലെത്തി. പഴയ ബോംബെ എയർപോർട്ടല്ല, സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയർപോർട്ടല്ല, അത് അദാനിയുടെ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ ലണ്ടനിലേക്ക് പോയി. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ 50 വർഷക്കാലമായി യാത്ര ചെയ്യുന്നതാണ്, ഞാൻ കണ്ട പ്രത്യേകത, ഞാൻ ബോംബെ എയർപോർട്ടിൽ ചെന്ന് ട്രോളി എടുത്തപ്പോൾ അതിന് കാശ് കൊടുക്കണം. ട്രോളിക്ക് പൈസ കൊടുത്താലേ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ലഗേജ് ഇതിന് സഹായം വേണമെങ്കിൽ 500 രൂപ കൊടുക്കണം. ഇപ്പോൾ ഡൽഹി പോകുന്നവർക്ക് അറിയാം, ലഗേജ് എടുക്കണമെങ്കിൽ 500 രൂപ കൊടുക്കണം. നമ്മുടെ തിരുവനന്തപുരത്തെ സ്ഥിതി അതുതന്നെയാണ്. ഇപ്പോൾ ഒരു സ്വകാര്യവൽക്കരണം എപ്പോൾ തുടങ്ങി? ഈ ആശയങ്ങൾ ഇന്നലെ സതീശൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവതരിപ്പിച്ച് തുടങ്ങിയതല്ല. കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ RSS നേതൃത്വം കൊടുക്കുന്ന BJP സതീശനെ പോലെ വളരെ രഹസ്യബന്ധങ്ങൾ, ഇവരുമായുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരു അറ്റാക്കായിരുന്നു ഈ ഗവൺമെൻറ്റിനെതിരായി. 5 വർഷം കഴിഞ്ഞു, 10 വർഷമാകുന്നു. ഇനി ഒരിക്കൽ കൂടി ഇടതുമുന്നണി വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രചരണം. നടത്തിയതാരാ? മലയാള മനോരമയെ പോലെയുള്ള പത്രങ്ങൾ. അതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട നാം കാണുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ വർഷക്കാലം പ്രവർത്തിച്ചതാണെന്ന നിലയിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണെങ്കിലും വിജയിച്ച ജനപ്രതിനിധികളുടെ അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. മാറ്റമൊന്നുണ്ടാവില്ല. ഇപ്രാവശ്യം എന്താ നടന്നത്? വിജയിച്ച കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായമല്ല, മറ്റു രീതിയിലുള്ള വലിയ ബഹളവും സമരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും വന്ന് നമ്മുടെ തെരുവീതി, ആദ്യമായിട്ടാണ് കേരളത്തിലെ തെരുവീതികളിൽ മുഖ്യമന്ത്രി ആരാകണം എന്നൊരു പ്രക്ഷോഭം നടത്തിയത്. അങ്ങനെ നടത്തിയ പ്രക്ഷോഭത്തിൽ അവസാനം സതീശൻ മുഖ്യമന്ത്രിയാവും. ഞാൻ സതീശനാകുന്നത് എനിക്ക് വിരോധമല്ല, ഞാൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. സതീശനാകുന്ന രീതി അത് കോൺഗ്രസ് കാലാകാലങ്ങളിലായി തുടരുന്ന രീതിയല്ല. ആഘോഷത്തോടുകൂടി ഈ UDF-ലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? മംഗലാപുരത്ത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു. അദ്ദേഹം വകുപ്പ് തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയതാണ്. മുഖ്യമന്ത്രി ധനകാര്യം ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അദ്ദേഹം തന്നെ തുറമുഖം ഏറ്റെടുക്കുന്നു. കേരളം ഉണ്ടായതിന് ശേഷം എന്നൊക്കെ UDF അധികാരത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, കോൺഗ്രസ് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ, അന്ന് ഫിഷറീസ് എടുക്കുന്നത് കോൺഗ്രസ്സാണ്. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? തുറമുഖം എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്. ഫിഷറീസ് എടുത്തിരിക്കുന്നത് ലീഗാണ്. അതിൽ മിനറൽസ് ഉൾപ്പെടെയുള്ള ഖനനം എടുത്തിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇതൊരു ചെറിയ കാര്യമല്ല. അതിനെ തുടർന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. ഇവിടെ രാജീവും തോമസ് ഐസക്കും പറഞ്ഞു, നമ്മുടെ മിനറൽ, ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ്, ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് മിനറലിനെ കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള മിനറലുള്ളത് കേരളത്തിലാണ്. മറ്റൊന്നുള്ളത് ചൈനയിലാണ്. ചൈനയിലെ മിനറൽ റേഡിയോ ആക്റ്റീവാണ്. ഏറ്റവും വലിയ റയർസ് ഉള്ളത് കേരളത്തിലാണ്. ഞാൻ 2001 മുതൽ 2004 വരെ സംസ്ഥാന മന്ത്രിസഭയിൽ ഫിഷറീസ് കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയം, ആൻ്റണി കൂടി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ ചർച്ച ചെയ്തൊരു വിഷയം,
ഈ കരിമണൽ ഖനനം തന്നെയാണ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രമാത്രം സ്വർണത്തെക്കാൾ വിലയുള്ള മിനറലാണ് ഇവിടെയുള്ളത്. ഇവിടെ എന്താ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം? കേന്ദ്ര ഗവൺമെൻറ് ബ്ലൂ വാട്ടർ പോളിസി വന്നു കഴിഞ്ഞു. ബ്ലൂ വാട്ടർ പോളിസി അനുസരിച്ച് 20 നോട്ടിക്കൽ കിലോമീറ്റേഴ്സ് വരെ സംസ്ഥാനത്തിനാണ് അധികാരം. അത് കഴിഞ്ഞാൽ കേന്ദ്രത്തിനാണ്. അത് ബ്ലൂ എക്കോണമി വന്നു കഴിഞ്ഞാൽ അത് അഭിപ്രായം, അത് ബ്ലൂ എക്കോണമി വന്നു കഴിഞ്ഞു. ആ ബ്ലൂ എക്കോണമി വരുമ്പോൾ തുറമുഖമാർക്ക മുഖ്യമന്ത്രിക്ക്, ഫിഷറീസ് ആർക്ക ലീഗിന്, അതിലെ ഖനനമാർക്ക ലീഗിന്, ആ 20 കിലോമീറ്റർ അപ്പുറത്താർക്ക BJPക്ക്. ഇവിടെ ഒരു ഇടത് മുന്നണിക്ക് പരാജയപ്പെടുത്തി ഡൽഹിയിൽ നിന്നും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്, ഒരു മന്ത്രിസഭ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയ സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാൽ ജനങ്ങളുടെ ആരവത്തോട് വന്ന വിജയ് 2 പ്രാവശ്യം പോകേണ്ടി വന്നു മുഖ്യമന്ത്രിയെ കാണാൻ. 2 പ്രാവശ്യം പോകേണ്ടി വന്നു. ഇവിടെ ഒരു ചെറിയ അന്തർധാര, നമ്മൾ ഈ അന്തർധാര എന്ന് പറയുന്ന ആ അന്തർധാര ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്വകാര്യവൽക്കരണം അത്ര എളുപ്പം അത് കാര്യങ്ങൾ പോകുന്ന കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടുകൾ, ഞാൻ 84 MP ആയ കാലഘട്ടം മുതൽ സിവിൽ ഏവിയേഷൻ കൺസൾട്ടൻസി കമ്മിറ്റിയുള്ളത്. അന്ന് നമ്മളെല്ലാം പറയും എയർ ഇന്ത്യ നഷ്ടത്തിലാണ്. പക്ഷെ ഇപ്പോൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ സ്ഥിതി എന്താ? നമ്മൾ ഇപ്പം ദുബായിലേക്ക് പോകണം. ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് ഓരോ മണിക്കൂറും ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. ഓണക്കാലം വരെയാണ്, അപ്പം കൂടും. അത് തീരുമാനിക്കുന്നത് ടാറ്റയാണ്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം എന്ന ഒരു അപകടകരമായ, അതിനെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട കാര്യമാണ്. ഇത് ഇന്ത്യ മുഴുവൻ വിറ്റിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ മേഖലകളും, ഇനി അല്പം കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സർവീസ് പോകുമെന്ന സ്വകാര്യ മേഖലയ്ക്കാണ്. ഇന്നിപ്പോൾ നമുക്ക് വന്ദേ ഭാരത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ തോമസ് ഐസക്കും വന്ദേ ഭാരതിൽ പോവാം. ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടം. പക്ഷെ നാളെ ഒരു 5 വർഷം കഴിഞ്ഞാൽ അതുപോലൊരു യാത്ര റെയിൽവേയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് മിക്സഡ് എക്കണോമിയിൽ, ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിലെ മിക്സഡ് എക്കോണമിയെക്കുറിച്ച് നമുക്ക് സ്വകാര്യ മേഖല വേണം, നമുക്ക് പൊതുമേഖല വേണം, നമുക്ക് സഹകരണ മേഖല വേണം. ഇതൊക്കെ എത്രയോ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ചെയ്തത് നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ. ഭക്ഷ്യരംഗത്ത് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗോതമ്പ് ഇറക്കുമതി രാജ്യം, ബർമയിൽ നിന്നും അരി ഇറക്കുമതി രാജ്യം. ഇന്ന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലൂടെ ആരും പട്ടിണി കിടക്കണ്ട. അതെങ്ങനെ മാറ്റമുണ്ടാക്കി? ഈ ഇന്ത്യയിലെ കർഷകർക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൽകിയ വലിയ സംഭാവനയാണ്. നാളെ ഇന്ത്യയിലെ എല്ലാ കാർഷിക മേഖലയും സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്താൽ മതിയോ? ഇവിടെ ഒരു അപകടത്തിലേക്ക് നാം പോവുകയാണ്. പിന്നെ ഇവിടെ ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത ആളാണ് 3 വർഷക്കാലം. എക്സൈസിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് മന്ത്രിസഭയിൽ വരണം, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണം. ഞാൻ മന്ത്രിസഭയിലുള്ളപ്പോൾ ഗൗരിയമ്മ കൂടി അന്നുള്ള കാലഘട്ടമാണ് വ്യവസായ മന്ത്രിയായിട്ട്. എക്സൈസ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഇവിടെ എക്സൈസ് എടുത്ത തീരുമാനം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? രമേശ് ആദ്യം പറഞ്ഞത് എനിക്കറിയത്തില്ല. ആദ്യത്തെ എനിക്കറിയില്ല എന്താണ് ഇത് കൈകാര്യം ചെയ്യുന്ന. ലിജു പറയുന്നു ഇതെങ്ങനെ ചർച്ച ചെയ്ത് നടന്നിട്ടുണ്ടാണ്. ഇവിടെ രാജീവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ, മറ്റാരോടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വകുപ്പുകൾ മുഖ്യമന്ത്രി കയ്യിലാക്കിയിരിക്കും. ധനം അദ്ദേഹത്തിന് ഇത് വേണമെങ്കിൽ ചെയ്യാൻ, ടാക്സേഷൻ ഉൾപ്പെടെ, പൊതുഭരണം, നിയമം. ഇതെല്ലാം ഒരു വ്യക്തിയുടെ, എനിക്കൊന്ന് കേരളത്തിലെ ഈ നമ്മുടെ ഭരണ സംവിധാനത്തിൽ, അത് ഇടതുമുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും ഭരണ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയിൽ മാത്രം അധികാരം ഒതുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. എത്രയോ പ്രഗത്ഭര EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ
പിണറായി സഖാവ് വരെയുള്ള കാലഘട്ടം ഒരിക്കലും മുഖ്യമന്ത്രിയിൽ മാത്രം അധികാരം ഒതുങ്ങിയിട്ടില്ല. എന്താ ധിക്കാരത്തോടുകൂടിയാണ് സതീശൻ നിൽക്കുന്നത്? അയാൾ തീരുമാനമെടുക്കും, ആ തീരുമാനം നടപ്പിലാക്കും. അത് മന്ത്രിസഭയിൽ വരേണ്ട കാര്യമില്ല. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ലേഖനത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഒരു മധുവിധ കാലഘട്ടമാണ്. ആദ്യത്തെ ഒരു വർഷക്കാലം നമുക്ക് വരൻ്റെയും വധുവിൻ്റെയൊക്കെ സൗന്ദര്യമൊക്കെ കണ്ട് നിൽക്കാം. ഒരു വർഷം കഴിയും, നമുക്ക് കാലം മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വകാര്യ മേഖലയല്ല, ഇതിന് ഒരു ജനാധിപത്യ സ്വഭാവം. ഞാൻ സഖാവ് പിണറായി വിജയനുമായിട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഗെയിൽ പ്രോജക്റ്റാണ്. ഞാൻ കൂടി കേന്ദ്ര മന്ത്രിസഭയിലുള്ളപ്പോഴാണ് ഗെയിൽ പ്രോജക്റ്റ് വരുന്നത്. അത് അടച്ചുപൂട്ടി ഓഫീസ് പൂട്ടിപ്പോകുമ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വരികയും പ്രധാനമന്ത്രി മോദിയെ കാണുകയും ഈ പ്രോസസ്സ് മുന്നോട്ട് പോയത്. ഇത് ചെറിയ എത്രയോ 2 ലാത്തിചാർജ് നടന്നു അതുമായിട്ട് ബന്ധം. ഒരാൾ അന്ന് വരാപ്പുഴ രൂപതയിലെ മെത്രാപ്പോലിത്ത ഉൾപ്പെടെ ആ രംഗത്ത് ആ പ്രോജക്റ്റിനെതിരാണ്. രണ്ടാമത്താണ് വിഴിഞ്ഞം. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായി തുടരുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് പോവില്ല. എന്നാൽ അതിൻ്റെ 3ാമത്തെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ 3ാമത്തെ ഘട്ടത്തിൽ. മൂന്നാമതുള്ളത് നമ്മുടെ ദേശീയപാത. ഞാൻ നിർമ്മലാ സീതാരാമനോടൊപ്പം, കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനോടൊപ്പം പലപ്പോഴും ഞങ്ങളുടെ ഈ റോഡിൽ സന്ദർശിച്ചിട്ടുണ്ട്. പല അത് നമ്മൾ എന്ത് വേഗത്തിലാണ് നടക്കുന്നത്. നമുക്ക് എളുപ്പമാണോ? നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ദേശീയപാതയുടെ വികസനമാണ്. ഞാൻ ലണ്ടനിലായിരുന്നു കഴിഞ്ഞ 10 ദിവസം. ഞാനെപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാനൊരു വീട്ടിൽ പോയാലും ഓഫീസിൽ പോയി ശ്രദ്ധിക്കുന്നത് നല്ല ടോയ്ലറ്റ് ഉണ്ടോ എന്നാണ്. എൻ്റെ സഹോദരിമാരോട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? മറിച്ച് ഈ ദേശീയപാത പൂർത്തീകരിക്കുമ്പോൾ ഓരോ 5 കിലോമീറ്ററിലും ടോയ്ലറ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ലണ്ടനിൽ പോയപ്പോൾ എനിക്കൊന്ന് മൂത്രമൊഴി, ഞങ്ങളൊക്കെ പ്രായമായ ആളുകളല്ലേ, ഒരു അരമണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കേണ്ടി വരും. അവിടെ ഇഷ്ടംപോലെ ടോയ്ലറ്റാണ്, ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. ഇന്ന് കേരളത്തിലെ സ്ഥിതി അതാണോ? ഞാനിവിടെ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് 9 KSRTC ബസ് സ്റ്റാൻഡുകളിൽ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് തുടങ്ങി. അന്ന് പലരും എന്നോട് പറഞ്ഞ് കക്കൂസിപ്പെടുന്ന കാശ് വേണം. പക്ഷേ ഒരു ടോയ്ലറ്റ് ഇല്ലാതെ എങ്ങനെ നമുക്ക് അത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ്? അതുപോലെ മാർക്കറ്റുകളിൽ, മത്സ്യ മാർക്കറ്റിൽ ഞങ്ങളൊന്ന് ടോയ്ലറ്റ് തുടങ്ങി. ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ആ വലുതായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുപോലെ PR, ഞാനിപ്പോൾ എൻ്റെയൊക്കെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ട് 10-60 വർഷമായി. ഞാനൊക്കെ കുമ്പളങ്ങിൽ വാർഡ് പ്രസിഡൻ്റായി ഒരു മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചാൽ അത് ഞാൻ തന്നെ എഴുതിയുണ്ടാക്കി, ഞാൻ തന്നെ മനോരമ ഓഫീസിൽ വന്ന് മാതൃഭൂമി വന്ന് കൊടുത്തു, നാളെ കൊടുത്തേക്കണ കേട്ടതെന്ന് പറയും. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് PR ഏജൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് മന്ത്രിമാരായ പലർക്കും എല്ലാവർക്കും തന്നെ വലിയ PR ഏജൻസിമാർ. ജനങ്ങളുമായിട്ടല്ല ബന്ധം, PR ഏജൻസിമാർ ഇറങ്ങിയിരിക്കുന്നു, വലിയ മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുന്നു, മാധ്യമ പട തന്നെ. ഒരു കാലത്ത് ഞാനിന്ന് TV ഷേണായിയുടെ കൂടി അവാർഡ് ചർച്ച ചെയ്യാൻ ഞങ്ങൾ കൂടിയതായിരുന്നു. പ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ്. TV ഷേണായുടെ ലൈൻ അതൊരു ആളുകൾ വിശ്വസിച്ചിരുന്ന ബൈബിൾ. ഇന്ന് അതാണോ? വാർത്തകളിലൂടെ മനസ്സു മാറ്റുന്നു. ഇതെങ്ങനെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും? ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി ആലോചിക്കണം. അതിലേറ്റവും വലിയ വെല്ലുവിളി സ്വകാര്യവൽക്കരണമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തുറന്ന മനസ്സോടുകൂടി തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ മൂടിപ്പതിന് കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. ഉള്ളതുപോലെ പറയാൻ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഉള്ളതുപോലെ പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ട്. അതിന് തുടക്കം ഇന്നിവിടെ കുറിച്ചതിൽ